സോ ഗൈസ്, അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് നിങ്ങൾ കണ്ടത് നമ്മുടെ വീടിനോട് തൊട്ടിയായിരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കുന്നല്ലേ. നിങ്ങളെ സംബന്ധിച്ച് ഇത് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര വലിയൊരു സംഭവമായിരുന്നു. കാരണം ഇതിൻ്റെ പുറകെ ഞാൻ ഒരു 2 ആഴ്ചയായിട്ട് നടക്കുമായിരുന്നു ഗൈസ്. ബിഹൈൻഡ് ദ സീൻ അതായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുമോ? കാരണം എന്താ വെച്ചാൽ എനിക്ക് മുന്നേ യൂട്യൂബിൽ ഡെയിലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ നിങ്ങളും കൂടി അറിഞ്ഞാൽ ഇത് എന്തൊക്കെയാണ് നടന്നത്. സോ അതിൻ്റെ പുറകെ ഒരു വലിയ ബിഗ് സ്റ്റോറി ഉണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. Hi guys, welcome back to my YouTube channel. This is me making my own Maddos part 4. I'm so excited today. ഇന്ന് നമ്മുടെ മഡോസിൻ്റെ ഫെൻസിങ് ചെയ്യാൻ പോവാണ്. ഫെൻസിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഓൾറെഡി മഡോസ് ആണ്. സോ നമ്മുടെ ഫെൻസിങ്ങും നാച്ചുറൽ ആയിട്ടിരിക്കണം. സോ ഇന്ന് നമ്മൾ ഫെൻസിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ബാമ്പു ഉപയോഗിച്ചിട്ടാട്ടോ. സോ ഐ എം സോ എക്സൈറ്റഡ്. അറ്റ് ദ സെയിം ടൈം ഐ എം സോ നെർവസ്. ബിക്കോസ് ഞാൻ ഉദ്ദേശിച്ച ബാമ്പു എന്ന് പറഞ്ഞ് യെല്ലോ കളർ അത്യാവശ്യം വലിയൊരു ബാമ്പു ആണ്. പക്ഷെ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ മുള എന്ന് പറയും. അതായത് നല്ല തനി പച്ച കളറുള്ള ചെറിയൊരു മുള. അതിന് എന്താ പറയേണ്ടതെന്ന് കൂടെ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഈറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ഈറ്റയുടെ സൈസിലുള്ളൊരു മുളയാണ് കേട്ടോ അത്. സോ ഐ ഡോണ്ട് നോ അതെങ്ങനെ ഔട്ട്പുട്ട് എങ്ങനെ വരും എന്ന് എനിക്ക് ഭയങ്കര നെർവസാണ് ഞാൻ. എന്നാലും ഐ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ വിത്ത്. നിങ്ങൾക്ക് ഇത് എന്താണെന്നറിയോ? ഇതാണ് പുൽത്തൈലെന്ന് പറയും. തിരുവപ്പുല്ല് വാറ്റി എടുക്കുന്നതാണ്. അതിന് ചില നാട്ടിൽ ഇഞ്ചിപ്പുല്ലെന്നും പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നൊന്നും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എനിവേ, ഈ സാധനം ആ പുല്ല് വാറ്റിയെടുക്കുന്ന ഒരു സാധനമാണ് എന്ന് വിചാരിച്ചത് നിങ്ങൾ വെള്ളം കൂട്ടി അടിക്കാതെ ആയിരിക്കും നിങ്ങൾ തട്ടിപ്പോയി. ഇത് വേറെ സാധനം. വാറ്റെന്ന് വെച്ചിട്ട് ആ വാറ്റല്ലെന്ന്. ഇത് ഭയങ്കര സ്മെല്ലാട്ടോ. ഒരു അടിപൊളി സ്മെല്ലാണ്. നിങ്ങളിത് എനിക്ക് തോന്നുന്നത് ഒരു 90% ആൾക്കാർ എന്നാലും ഇത് കണ്ടിട്ടുണ്ടാകും. ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഞാൻ കാണിക്കുന്നത്. കാണുമ്പോൾ ഹണിയൊക്കെ ആയിട്ട് തോന്നുന്നു. ഇന്നലെ എൻ്റെ അനിയൻ കൊണ്ടുവന്നാട്ടോ. ഇത്ര ഒരു ബോട്ടിന് എത്ര രൂപ നിങ്ങൾക്ക്? ഇത്ര ഒരു ബോട്ടിന് നമുക്ക് 100 രൂപയ്ക്കാണ് കിട്ടിയേക്കുന്നത്. ആക്ച്വലി ഇത് വലിയ ബോട്ടിൽ മേടിക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ തപ്പി നടക്കുന്നത്. പണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ഈ പുല്ല് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ കാണാറില്ല. കാരണം നമ്മുടെ പറമ്പിൽ ഫുള്ള് ഏലമൊക്കെ ആയല്ലോ. എന്റെ പറ്റ ട്രേഡ് സീക്രട്ട് ഒക്കെ പൊളിക്കുന്നു. ഗൈസ്, ഇന്ന് രാവിലെ തന്നെ കുറച്ച് ഡിഷ് വാഷിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ചില വീഡിയോസ് കാണുമ്പോൾ ഈ ഡിഷ് വാഷിംഗ് ഒക്കെ ഭയങ്കര എസ്തറ്റിക് ആയിട്ട് തോന്നും, നല്ല സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നും. പക്ഷേ എൻ്റെ വീട്ടിൽ എനിക്ക് ഡിഷ് വാഷിംഗ് ചെയ്യുന്ന അത്ര എസ്തറ്റിക് അത്ര സാറ്റിസ്ഫൈ ആയിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നില്ല. സോ അത് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. ഞാൻ അമ്മേനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഹായ് ഗൈസ്. സോ ഞാൻ കുറച്ച് ലേറ്റായി പോയി കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കൊണ്ടുകൊടുത്ത അമ്മയായിരുന്നേ. സോ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു. ഞാൻ കുറച്ച് അമ്മേനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ ആയിട്ട് പോവാണ്. അയ്യോ ഞാനറിയാതെ ഇത് പൊക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്ന് തലയെ പേടിച്ചു. എസ്കോട്ട്. ഇന്നലെ നമ്മൾ ഏകദേശം അതിൻ്റെ ആ ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ ഒരു സൈഡിലെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇന്നലെ നമ്മൾ ഫെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തൂണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. സോ ഇന്ന് മേ ബി നമ്മളതിന് ക്രോസ് കമ്പ് വെക്കും. ഇങ്ങനെ ഐഡിയകൾ. സോ ഗൈസ്, നമ്മുടെ ഫെൻസിങ് ഏകദേശം ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയി കേട്ടോ. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് മഞ്ഞ ബാമ്പു അല്ലെങ്കിൽ മഞ്ഞ ഇല്ലി വെച്ച് ചെയ്യണമെന്നായിരുന്നേ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും ഒരു അടിപൊളി ഔട്ട്പുട്ട് എനിക്ക് കിട്ടും കേട്ടോ. ശരിക്കും പഴയ കാലത്തിലേക്ക് പോയൊരു ഫീലായില്ലേ. അടിപൊളി. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ക്രിസ് വെക്കാറുണ്ട്. ക്രിസ് അത് ബാമ്പു പൊട്ടിച്ച് പല പല പീസുകളാക്കിയതിന് ശേഷം ഓട്ടോ ക്രിസ് വെക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തേക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ട് വന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ബാമ്പു ആണല്ലോ. സോ അതിന് എത്ര ഫീൽ കിട്ടുമെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു.
ഇന്നത്തെ അടിപൊളി ഒരു കാലാവസ്ഥയാണ് ഗൈസ്. നല്ലൊരു വെയിലുണ്ട്, പിന്നെ അതുപോലെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, നമ്മുടെ മഡ്ഡോസിനുള്ളിൽ ഇപ്പോൾ കയറാൻ പറ്റത്തില്ല, അത്ര തണുപ്പാ. ഇതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, കയറാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ നല്ല കാലാവസ്ഥയുണ്ടോ? കണ്ടോ നീ എന്നെ വയറിലാക്കി തീർക്കോ? ഇത് മേലെ വെച്ചേക്കുന്നേ. രണ്ട് മുള നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. പിന്നെ അരിയ നോക്കിയിട്ട് സോ ഗൈസ്, നമ്മളിപ്പോൾ ചായ എടുക്കാൻ വേണ്ടി പോകണേ. അത്യാവശ്യം നല്ല ക്ലൈമറ്റ്, നല്ല വെയിലൊക്കെ. വിശക്കുന്നുണ്ടോ കുഞ്ഞുമോനെ? സോ ഗൈസ്, കുഞ്ഞുമോനെ വിശക്കുന്നുണ്ട്. സോ ചോറൊക്കെ കൂട്ടി, സോറി മീമിയൊക്കെ കൂട്ടി അവന് ചോറാണ്. അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മീനാട്ടോ. സോ അവനിപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി വിശന്നിരിക്കാന്ന് തോന്നേ. ഞാൻ അവനെൻ്റെ പുറകെ കയറി വന്ന പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത്രയും മാത്രം ബിസ്ക്കറ്റ് കൊതിയാനായിട്ടുള്ളൊരു വേറൊരു ഡോഗിനും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ബിസ്ക്കറ്റ് എന്നല്ല, നമ്മളെപ്പോലെ തന്നെയാണ്. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്തൊക്കെ സാധനം കടയിൽ നിന്ന് മേടിക്കുന്ന ഇഷ്ടമാണോ അതെല്ലാം ടിപ്പോഴും ഇഷ്ടമാണ്. ഒന്നും പറയണ്ട, കടയിൽ നിന്ന് മേടിക്കുന്നത് അപ്പം വരെ അവൻ്റെ ഫേവറേറ്റാണ്. ഒന്നും പറയണ്ട. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന കഴുത്തേ കൂടെ എന്നെ കിടക്കുന്നത്. ഫോണിന് ചാർജില്ല. സോ ചാർജർ എടുത്തുകൊണ്ട് താഴെ പോയിട്ട് കുത്തിയിട്ട് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാർജറിനോട് കൊടുക്കൊണ്ടോന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് സ്ഥലമില്ല കൈസ് പിടിക്കാൻ. അതുകൊണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം ചാർജർ സേഫായിട്ടൊരു സ്ഥലത്ത് വെച്ചേക്കാം. കേട്ടോ, അവരെന്നെ വന്നേക്കുന്നേ. നമ്മൾ നട്ട് വെക്കാമെന്ന് വിചാരിച്ചു. താഴെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് നമ്മുടെ മഡ് ഹൗസിൻ്റെ ഫ്രണ്ടിലായിട്ട് നട്ട് വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ മാക്കാൻ സോറി ഗൈസ്, അവൻ്റെ ഒരു ടിടി വെച്ച് കൊടുത്താൽ അവനെങ്ങനെയാണെന്നറിയോ, നമ്മളെവിടെ പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കയറി നിൽക്കണം. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ ക്യാമറ നോക്കി സംസാരിച്ചുകൊണ്ട് വന്നുകൊണ്ട് അവനവിടെ നിന്ന കാര്യം ഞാൻ കണ്ടില്ല. കണ്ടോ, ഇങ്ങനെയാണ് ക്രോസ് ആയിട്ട് ഇത് വെക്കുന്നത്. ഗൈസ്, നമ്മളിവിടെ ഫെൻസിങ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പണി എന്താണെന്നറിയോ? നമ്മുടെ വാട്ടർ ടാങ്ക് അബ്ബറായി പോയി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫെൻസിങ്ങിൻ്റെ ഇതിലൂടെ ഇങ്ങനെ കയറി അങ്ങനെ ഉള്ളി വരണം. അതിന് വലിയ തലവേദന. പിന്നെ നമ്മൾ പുല്ല് നനയ്ക്കാൻ പോവാം കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയൊരു പണി എന്നാന്ന് വെച്ചാൽ നമ്മൾ പുല്ല് നട്ടിട്ട് ഇവിടെ അതിൻ്റെ മുകളിൽ കൂടെ നടക്കേണ്ടതായിട്ട് തോന്നുന്നു. അതൊരു വലിയ സീനായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുല്ല് നടന്ന് കുറച്ച് ടാസ്ക് ആയിപ്പോയി കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളത് നട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമുക്ക് അവിടെ ഷീറ്റുണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഏതെങ്കിലുമൊക്കെ കരിഞ്ഞൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഷീറ്റിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇത് ഫെൻസിങ് 80% നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. നാളെ നമുക്കതിന് ക്രിസ് കോഴ്സും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒരു നല്ലൊരു പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടുവേ. സോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു 1 ഡേ വീഡിയോ അല്ല അതിൻ്റെ പുറകിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പീനിയൻസോ ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഓർ ലെറ്റ് മീ നോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.